എസ്എസ്എൽസി പരീക്ഷയിൽ ഒരു സ്കൂളിൽ കണക്കിന് 20% കുട്ടികളും സോഷ്യൽ സ്റ്റഡീസിന് 10% കുട്ടികളും തോറ്റു. 5% കുട്ടികൾ 2 വിഷയത്തിനും തോറ്റു. എങ്കിൽ ആ സ്കൂളിലെ വിജയശതമാനം എത്രയാണ്? ഇത് ഞാൻ എഴുതിയ സമയത്ത് ഇവിടെ കണക്കിന് എന്നുള്ളത് വിട്ടുപോയി, അതുകൊണ്ടാണ് കണക്കിന് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പൊ കണക്കിന് എത്രയാണ്? 20% തോറ്റു. സോഷ്യൽ സ്റ്റഡീസിന് 10% തോറ്റു. രണ്ടിനും തോറ്റത് 5%. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിലെ തോൽക്കാത്ത കുട്ടികൾ എത്ര ശതമാനമാണ്? അതാണ് വിജയശതമാനം. അപ്പോ ആകെയുള്ളത് 100%. അതിൽ കണക്കിന് തോറ്റത് 20%, സോഷ്യൽ സ്റ്റഡീസിന് തോറ്റത് 10%. ഇനി ഇതിന് രണ്ടിനും തോറ്റത്, രണ്ടിലും ഉൾപ്പെടുന്നത് 5%. അപ്പോൾ തോറ്റ കുട്ടികളെ ആകെയുള്ള 100-ൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് തോൽക്കാത്ത കുട്ടികളുടെ ശതമാനം, അതായത് വിജയ ശതമാനം കിട്ടും. അപ്പൊ 100-ൽ നിന്ന് എത്ര കുറയ്ക്കാം? 20 കുറയ്ക്കാം, പിന്നെ 10 കുറയ്ക്കാം. പക്ഷെ ഒരു 5% രണ്ടിലും വരുന്നുണ്ട്. അതായത് 20-നകത്തും ഒരു 5 വരുന്നത്, 10-നകത്തും ഇതേ 5 തന്നെ വരുന്നുണ്ട്. അപ്പൊ 20 കുറച്ചപ്പോഴും ആ 5 പെട്ടിട്ടുണ്ട്, 10 കുറച്ചപ്പോഴും ആ 5 പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 തവണ 5 കുറയ്ക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ആ 5 തിരിച്ചിതിനകത്തേക്ക് കൂട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 100-ന്ന് 20 പോയ 80, 80-ന്ന് 10 പോയ 70, 70 5 75. അപ്പൊ ഈ 5-നെ തിരിച്ചിതിനകത്തേക്ക് കൂട്ടുന്ന ലോജിക്ക് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിൽ ഒരു സാറ് വന്നിട്ട് മാത്സിന് തോറ്റ കുട്ടികൾ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ ഈ 20% ആളുകളും എഴുന്നേൽക്കും. പിന്നെ സോഷ്യൽ സ്റ്റഡീസിന് തോറ്റ കുട്ടികൾ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ 10% കുട്ടികളും എഴുന്നേൽക്കും. പക്ഷേ 5% പേര് ഇത് രണ്ടിനും തോറ്റിട്ടുള്ളത് കൊണ്ട് ആദ്യം എഴുന്നേറ്റ കൂട്ടത്തിലും ഒരു 5% എഴുന്നേൽക്കും. അതേ ആളുകൾ തന്നെ ഈ രണ്ടാമത് എണീറ്റ 10%-ത്തിലും എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഒരേ ആള് തന്നെ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്, ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ എണ്ണുന്ന സമയത്ത് ഈ രണ്ട് ഗ്രൂപ്പിനെയും 2 തവണ എണ്ണേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനകത്തുള്ള ഒരു എണ്ണം കുറയ്ക്കണം. അതായത് 5% ഇവിടെയുണ്ട്, ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു 5 കുറയ്ക്കണം. അതാണ് ഈ 5 തിരിച്ച് ആഡ് ചെയ്തത്. അതായത് 100-ൽ നിന്ന് തോറ്റത് 30-ആണ്. ആ 30-ൽ ഒരു തവണ ഒരു 5 എക്സ്ട്രാ എണ്ണിപ്പോയത് കൊണ്ട് ആ 5-നെ തിരിച്ച് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഉത്തരം 75%-ആണ് ഈ സ്കൂളിന്റെ വിജയ ശതമാനം. അതാണ് അതിന്റെ ലോജിക്.